പാടി എന്നെ സംഖ്യയാക്കിയേ പറ്റത്തുള്ളൂ എന്നുണ്ടെങ്കിലും എനിക്ക് സംഖ്യയാവാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. എനിക്ക് എപ്പോഴെങ്കിലും മത്സരിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ പോയി സ്വന്തമായിട്ട് മത്സരിച്ചോളാം. നെഞ്ചത്തടിച്ച് കരയണം. ഞാൻ പണ്ടും ഒരു തവണ സ്വന്തമായിട്ട് ജയിക്കും തോക്കും എന്നുള്ളതൊന്നുമല്ല. എനിക്ക് പറയാനുള്ളത് പറയാൻ ഞാൻ മാത്രം മതി. എനിക്കൊരു ഡിമാൻഡ് ഉണ്ട്. ആദ്യം നമുക്കൊരു നിലപാട് വേണം. ഇന്ന പാർട്ടിയിലാണെന്ന് നട്ടല് വിളയ്ക്കാതെ പറയാൻ കഴിയണം. നട്ടല് വിളയ്ക്കാതെ അഭിമാന ബോധത്തോടുകൂടി പറയുന്നു, ഞാൻ ഒരു പാർട്ടിയിലും ഇല്ല. 2000 രൂപ തരും. അത് പറ്റത്തില്ല. ഒരു 4000 രൂപ എന്നാൽ സംഗതി ഞങ്ങൾ ഏറ്റു. മൂട് പോയി. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? വിൽ ഹി ഗീവ് അപ്പ്? സാറേ ആ സമയത്ത് മാസിലങ്ങ് ആയിപ്പോയാണ് സാറേ അങ്ങനെയൊക്കെ. ഇത് വല്ലാത്തൊരു ട്വിസ്റ്റായി പോയി. കഴിഞ്ഞ ദിവസം രമേശ് പിഷാരടെ വിമർശിച്ചു. രമേശ് പിഷാരടെ പറഞ്ഞു, അഖിൽ മാരാർ ഇപ്പൊ ഒരു കാര്യം പറയാം, നമ്മൾ അതിന് മറുപടി ഒന്നും പറയണ്ട, നിങ്ങളെ കരുതാക്കണ്ട, ഒന്നും വിളമ്പണ്ട. ഒരു 6-7 ദിവസം നോക്കണം. 1.5 കൊല്ലം കഴിഞ്ഞു അതേ അഭിപ്രായമാണെങ്കിൽ നമ്മൾ മറുപടി പറഞ്ഞാൽ മതി. അസാധ്യ തഗ്ഗായി പോയില്ലേ? എന്നെ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായത് നീ വെറും കൂതറയല്ല, ലോക കൂതറയാണ്. അതൊരു തഗ്ഗൊന്നുമല്ല. അതിന്റെ പ്രശ്നം എന്ന് വെച്ചാല് പുള്ളിക്കിപ്പം ഭയങ്കര പേടിയായി തുടങ്ങി. ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി. ഒന്ന് പോടോ. അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് ഒരിക്കലും പറയുകയായിരുന്നില്ല, മറിച്ച് അഖിൽമാരാരുടെ സ്ഥാനാർത്ഥിത്വം മോശമാവുകയും സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ 2020-ലെ മറ്റ് സിനിമാക്കാരുടെ സ്ഥാനാർത്ഥിത്വം മോശമാവുകയും രമേശ് പിഷാരടിയുടെ സ്ഥാനാർത്ഥിത്വം മഹത്വപൂർണ്ണമാവുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ സമയത്ത് ആ കാര്യകാരണങ്ങൾ ഞാൻ വിശദീകരിക്കുകയായിരുന്നു. ഇപ്പൊ കറക്റ്റ്, അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. അല്ല, ആ കാര്യത്തിൽ ഇപ്പൊ ഒന്ന് കോൺഗ്രസ്സുകാരല്ലേ, കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചവരല്ലേ അവിടെ മത്സരിക്കേണ്ടത്? രമേശ് പിഷാരടിയോടെന്ന് ചോദിച്ചാൽ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ 2020-ക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടല്ലോ അഖിൽ മാരാർ ഇവിടെ കാൻഡിഡേറ്റ് ആയത്. എന്തൊക്കെയാണ് മൂട്? 2020-ലെ 5 വരെ മറ്റാളുണ്ടെന്നുണ്ടെങ്കിൽ അവര് ഉറപ്പായിട്ട് അവർക്ക് സ്ഥാനം